ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് കേരള ബോർഡറിലുള്ള നെട്ട എന്ന സ്ഥലത്താണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇതിനടുത്താണ് വിഷ്ണുലോകം, വൈകുണ്ഠം, ശിവലോകം എന്ന് പറയുന്ന എസ്റ്റേറ്റുകളൊക്കെ ഉള്ളത്. പിന്നെ ഇതിന് നിയറസ്റ്റ് ആയിട്ടാണ് ചിറ്റാർ ഡാം 1ഉം ചിറ്റാർ ഡാം 2ഉം ഉള്ളത്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കട വഴി ആനപ്പാറ വന്നിട്ട് നെട്ട വരാം. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 45 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ്. ഇതാണ് വൈകുണ്ഠം എസ്റ്റേറ്റ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്നതാണ് ശിവലോകം എസ്റ്റേറ്റ്. ഏകദേശം 1000 ഏക്കറോളം വരുമത്രേ. ഇവിടെ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നല്ല പോസിറ്റീവ് മൂഡ് കിട്ടും ഇവിടെ വന്നാൽ. ഇതുപോലൊരു നല്ല സ്ഥലമുണ്ടോ എന്ന് തന്നെ ആർക്കും അറിയില്ല. എവിടെ നിന്ന് നോക്കിയാലും നല്ലൊരു വ്യൂ പോയിൻ്റാണ്. പോകുന്ന വഴിക്ക് മെയിൻ റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മെയിൻ റോഡ് നന്നായിട്ട് കാണാം. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. പിന്നെ നല്ല കൂൾ പ്ലേസാണ്. വെഡ്ഡിങ് ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഇവിടത്തെയൊക്കെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുഴമീനാണ്. ചെറിയ ചെറിയതാ മീൻ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം. കുഞ്ഞു മീൻ ഓടിക്കളിക്കും. തറയും വെള്ളവും ഒരേ ലെവലിൽ കിടക്കുവാണ്. അപ്പം ഇത്തിരി മഴ പെയ്യുമ്പോൾ തന്നെ പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിരിക്കുവാണ്. ശരിക്കും ആരും പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക. ഒത്തിരി പ്ലാസ്റ്റിക് ആൾക്കാർ അവിടെ ഇട്ടിട്ട് പോയിരിക്കണം. ദയവ് ചെയ്ത് ആരും പ്ലാസ്റ്റിക്കൊക്കെ ഇടാതെ ശ്രദ്ധിക്കണം. ഇതെന്താണ് ഈ ചിറ്റാർ ഡാം സെക്കൻഡ് എന്ന് എഴുതി വെച്ചേക്കണം? ഫസ്റ്റ് എവിടെയാണ്? ഫസ്റ്റ് നമ്മൾ പേച്ചിപ്പാറ പോകുന്ന വഴി. ഇവിടുന്ന് അടുത്ത് തന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ. എത്ര കിലോമീറ്റർ വരും? 7 കിലോമീറ്റർ. ഇത് വന്നിട്ട് ചിറ്റാർ ഡാം സെക്കൻഡാണ്. ഇവിടെ മെയിൻ എൻട്രൻസ് അടച്ചിട്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള ഒരു കുഞ്ഞു വഴി കണ്ടു. അതിലൂടെ നമ്മൾ അകത്തോട്ട് കയറുകയാണ്.
ഇത് തമിഴ്നാട് സർക്കാരിൻ്റെ പൈനാപ്പിൾ കൃഷി. ഇത് ന്യൂ അമ്പാടി എസ്റ്റേറ്റ് ആണ്. ഇതുവഴിയാണ് നമ്മൾ ചിറ്റാർ 1 പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചിറ്റാർ ഡാം 1 എൻട്രൻസ്. ഇതാണ് ചിറ്റാർ ഡാം 1. ചിറ്റാർ ഡാം 2 നിന്ന് 1 ഒരു 8 കിലോമീറ്റർ ദൂരം വരും. ഇത് ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വളരെ മനോഹരമായ കാഴ്ചയാണ്. ഹായ്. നമ്മൾ തിരികെ നെട്ടയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ തന്നെയുള്ള ആറ്റുതീരം എന്ന ചെറിയ കടയിലേക്ക് പുഴമീൻ കഴിക്കാൻ പോവുകയാണ്. ഇത് കാളിമലയും തൊട്ടടുത്ത് കുരിശുമലയുമാണ്. സിലോപ്പിയ. അപ്പോൾ നമുക്കും കൂടെ എടുത്തേക്കണേ. എന്ന് വെച്ചാൽ എന്താണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും? അതാ മുളക് പൊടി ഇതിനകത്ത് ഒരു 8-9 ഐറ്റം സാധനമുണ്ട്. അതായത് വേറെ കെമിക്കൽ ഒന്നും അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ 9 ഐറ്റം ഉണ്ട്. അത് അങ്ങാടി വാങ്ങാൻ കിട്ടുന്ന സാധനം തന്നെയാണ്. നല്ല ഫ്രഷ് മീൻ പിടിക്കുകയാണ്. ഇവിടെ നിന്ന് പിടിച്ചു തന്നെയല്ലേ? ഇവിടെ നിന്ന് നമുക്ക് രാവിലെ കിട്ടുന്ന മീനാണ് തന്നെ. ഈ ബക്കറ്റിൽ ഇരിക്കുന്നത് രാവിലെ നിങ്ങൾ പോയി പിടിക്കുകയാണോ? നമ്മൾ വാങ്ങണയാണ്. നമുക്ക് അങ്ങനെ പോയി പിടിക്കാൻ പറ്റൂല. നമ്മൾ കിലോയ്ക്ക് റേറ്റ് ആക്കി വാങ്ങണയാണ്. നമുക്ക് രാവിലെ കിട്ടും. ഒരു 8:30 ആകുമ്പോൾ സാധനം കിട്ടും. ഒരു വൈകുന്നേരം വല ഇട്ടിട്ട് രാവിലെ വല എടുക്കും. അപ്പോഴത്തേന് നമുക്ക് രാവിലെ പോയിട്ട് കിലോയ്ക്ക് തൂക്കി വാങ്ങാം. ഇത് എന്തോ മീനാണ്? ഇത് വന്നിട്ട് ഇതിൽ കിടക്കുന്നത് കട്ട്ള, പനിഞ്ചല എന്ന് പറയുന്ന 2 ഐറ്റമാണ്. വേറെ ഇത് അതിലോട്ടിരിക്കുന്ന കട്ട്ലയുടെ ഫുള്ള് മീൻ, അതിന്റെ പീസ്, റോഹു, ലോക്കിയ, അങ്ങനെയൊക്കെ തലക്കറിയാണ് കറി വെക്കുന്നത്. ഇത് സിലോപ്പിയനാണ്. സിലോപ്പിയൻ ഇന്നുള്ളതിൽ ഇത് ഒന്നേ ഇത്രയും വലുത് കിട്ടിയുള്ളൂ. ശരി.